لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഗീബത്തിൻ്റെ ഗൗരവം, നാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യത, പരദൂഷണം പറയുന്നത് മാത്രമല്ല അത് കേട്ടിരിക്കുന്നത് പോലും വളരെ ഗുരുതരമായ പാപമാണ് എന്നൊക്കെ നമ്മെ അറിയിക്കുന്ന ഹദീസുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ് നമുക്ക് വായിക്കുവാനുള്ളത്. വഅൻ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال في حديثه الطويل المشهور الذي تقدم في باب الرجاء قال قام النبي صلى الله عليه وسلم يصلي فقال أين مالك بن الدخشم؟ فقال رجل ذلك منافق لا يحب الله ولا رسوله. فقال النبي صلى الله عليه وسلم لا تقل ذلك، ألا تراه قد قال لا إله إلا الله يريد بذلك وجه الله وإن الله قد حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله متفق عليه. സഹോദരങ്ങളെ, ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം സാധാരണ ജമാഅത്തിന് പോയിരുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രയാസങ്ങൾ ആ പള്ളിയിലെ ജമാഅത്തിന് പോകുന്നതിന് അദ്ദേഹത്തിന് നേരിട്ടു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടൊരു പ്രശ്നമുണ്ടായി. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ആ പള്ളിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഒരു വാതി, ഒരു പ്രത്യേക സ്ഥലം മുറിച്ചു കടന്നിട്ട് വേണം അദ്ദേഹത്തിന് പള്ളിയിലെത്താൻ. മഴ പെയ്തു കഴിഞ്ഞാൽ വാദിയിലൂടെ വെള്ളമൊഴുകിയാൽ അദ്ദേഹത്തിന് പള്ളിയിലേക്ക് എത്താനും കഴിയില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സംഭവമാണ് ഈ ഹദീസിലൂടെ ഉദ്ധരിക്കുന്നത്. ഇത് ബാബുർ റജാ എന്ന പേരിലുള്ള ഒരു അധ്യായം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതേ കിതാബിൽ തന്നെ. അവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശദമായി ഈ കാര്യം അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടെയും ഓർക്കുന്നത് ഈ ഹദീസിൻ്റെ സന്ദർഭം മനസ്സിലാക്കുവാൻ ഏറെ പര്യാപ്തമാണ്. അതായത് ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്, അഥവാ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ബനൂ സാലിം ഗോത്രക്കാരായ ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പള്ളിയിലായിരുന്നു ഇമാമത്ത് നിന്നിരുന്നത്. അദ്ദേഹം ആ ജനതയ്ക്ക് വേണ്ടി ഇമാമായി നിന്ന് നിസ്കരിച്ചിരുന്നയാളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും ആ ബനൂ സാലിം ഗോത്രക്കാരുടെ പള്ളിയുടെയും ഇടയിൽ ഒരു പ്രത്യേകമായ സ്ഥലം ഉണ്ടായത്. അവിടെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ പള്ളിയുടെ നേരെ പോകുവാൻ അദ്ദേഹത്തിന് പിന്നെ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കൽ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇന്നി അങ്കർത്തു ബസരി, എൻ്റെ കാഴ്ചക്ക് മങ്ങലേറ്റിട്ടുണ്ട്, എനിക്ക് കാഴ്ച ശക്തി കുറഞ്ഞിട്ടുണ്ട്.
കാഴ്ചശക്തിയില്ല. അതേപോലെ തന്നെ എൻ്റെയും ഞാൻ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുന്ന പള്ളിയുടെയും ഇടക്കുള്ള ആ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുകയും മഴ പെയ്താൽ അത് മുറിച്ചു കടന്ന് പള്ളിയിലേക്ക് പോകാൻ എനിക്ക് പ്രയാസവുമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, സഹാബിമാര് ഒരു വഖത്ത് ജമാഅത്ത് അവർ മിസ്സാക്കൂല. അവർ പള്ളിയിൽ നിന്ന് അങ്ങനെ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് അവർ പള്ളിയിൽ വെച്ച് നിർവഹിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. വീട്ടിൽ വെച്ച് നിർവഹിച്ചാൽ പോരാ. അകാരണമായി വീട്ടിൽ വെച്ച് നിസ്കരിച്ചിരുന്ന ആളുകളെ മുനാഫിക്കുകളെന്ന് പരിചയപ്പെടുത്തപ്പെടുകയും അവരുടെ വീടടക്കം അവരെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് വിറക് കത്തിച്ചിട്ട് ഞാൻ കത്തിക്കുവാൻ വിചാരിച്ചു പോയി എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗൗരവമാണ് ജമാഅത്തിന് പങ്കെടുക്കൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്ബാൻ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോട് തൻ്റെ സങ്കടം പറയാണ്. പ്രവാചകരെ, 2 കാരണങ്ങൾ ഇപ്പോൾ ജമാഅത്തിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് ബാധിച്ചിട്ടുണ്ട്. ഒന്ന്, എൻ്റെ കാഴ്ചശക്തിയുടെ പ്രശ്നമാണ്. കാഴ്ച അത് മങ്ങി, അത് നശിച്ചു പോയ മട്ടാണ്. അതേപോലെ തന്നെ പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ ഇടക്കുള്ള ഒരു സ്ഥലം മഴയൊക്കെ പെയ്താൽ ചെളി കെട്ടിയും അതുപോലെ തന്നെ വെള്ളമൊഴുകിയും ഒക്കെ എനിക്ക് മുറിച്ചു കിടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇനി വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? എൻ്റെ വീട്ടിലേക്ക് അങ്ങൊന്ന് വരണം. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ കാണിച്ചു തരുന്നൊരു സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കണം. ആ നിസ്കരിക്കുന്ന സ്ഥലം പിന്നെ ഞാൻ സ്ഥിരമായി ജമാഅത്ത് നിസ്കരിക്കുവാനുള്ള ഇടമായി തെരഞ്ഞെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് മഹാനായ ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നതാണ് ഈ ഹദീസിലെ സന്ദർഭം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ആയിക്കോട്ടെ ഉത്ബാൻ, സഅഫ്അലു, ഞാൻ അപ്രകാരം ചെയ്യാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ അവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെയുണ്ട്. അങ്ങനെ ഉച്ചയുടെ സമയത്ത് അവരവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഉത്ബാൻ റളിയല്ലാഹു അൻഹുവിനോട് അനുവാദമാരാഞ്ഞു. കണ്ടോ, പ്രവാചകനല്ലേ, ഞാൻ കയറി ചെന്നാൽ അതൊന്നും പ്രശ്നമല്ല എന്നൊന്നുമല്ല നബിതങ്ങൾ ചിന്തിക്കുന്നത്. ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദമാരായണം. അള്ളാഹുവിൻ്റെ റസൂല് അനുവാദമാരാഞ്ഞു. അങ്ങനെ നബിതങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് അവിടുന്ന് ഇരിക്കുന്നതിൻ്റെ മുമ്പ് എന്നോട് ചോദിച്ചു, ഐന തുഹിബ്ബു അൻ നുസല്ലിയ ഫീ മിൻ ബൈതിക, നിന്റെ വീട്ടിൽ ഞാൻ എവിടെ നിസ്കരിക്കുന്നതാണ് നീ ഇഷ്ടപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. അതാണ് ആ സഹാബി അവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റാർക്കും ആ പ്രത്യേകത അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുക, തൻ്റെ വീട്ടിൽ വെച്ച് താൻ ഉദ്ദേശിക്കുന്ന ഒരു ഇടത്ത് അവിടുന്ന് നിസ്കരിച്ചാൽ ആ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തനിക്ക് അവിടെ സ്ഥിരമായി ഇനി പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുവാൻ എനിക്ക് പ്രതിബന്ധങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിനി അവിടെ നിസ്കാരം തുടരാം എന്ന ആഗ്രഹത്താലാണ് ഉത്ബാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നതും. അങ്ങനെ എവിടെ നിസ്കരിക്കാനാണ്? ഇരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത് എന്താണ്? ഞാൻ വന്ന കാര്യം എന്താണെന്ന് അത് ആദ്യം നടത്തട്ടെ, എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുക പോലും ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഉത്ബാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്, ഉത്ബാനെ, എവിടെയാണ് നിന്റെ വീട്ടിൽ, ഏത് സ്ഥലത്താണ് ഞാൻ നിസ്കരിക്കാൻ നീ താല്പര്യപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്? അപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഞാനൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വേണ്ടി നിന്നു. ഫകബ്ബറ, അവിടുന്ന് തക്ബീർ ചൊല്ലി. വസഫഫ്നാ വറാഅഹു, ഞങ്ങൾ വീട്ടുകാര് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിന്നിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ നബിതങ്ങളുടെ പിന്നിൽ അണിയായി നിന്നു. ഫസല്ലാ റകഅതൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് അവിടെ വെച്ച് നമസ്കരിച്ചു. സുമ്മ സല്ലമ, പിന്നീട് അവിടുന്ന് എന്ത് ചെയ്തു? സലാം വീട്ടി. വസല്ലംനാ ഹീന സല്ലമ, അള്ളാഹുവിൻ്റെ റസൂൽ സലാം വീട്ടിയപ്പോൾ ഞങ്ങളും സലാം വീട്ടി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബിതങ്ങൾ പോകാനൊരുങ്ങാണ്. അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ പോകാൻ വരട്ടെ, ഞാനൊരു ചെറിയൊരു ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അവർ പ്രത്യേകമായൊരു ഭക്ഷണം, അത് മാംസത്തിൻ്റെ കൊഴുപ്പും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ഒരു ചെറിയൊരു ഭക്ഷണമാണ്.
ആ ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നാട്ടുകാർ പരിസരത്തുള്ളവരൊക്കെ വിവരം അറിഞ്ഞു. എന്താ വിവരം അറിഞ്ഞത്? ഇത്ബാനിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. അപ്പോൾ പരിസരത്തുള്ള ആളുകളൊക്കെ മഹാനായ നബി തങ്ങളെ കാണാൻ വേണ്ടി ഈ ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ പരിസരത്തുള്ള ആളുകളൊക്കെ വന്നു. ആ വീട്ടിലെ ആൾക്കാർ ധാരാളമായി, കുറേ ആൾക്കാരായി വീട്ടിൽ. നബിതങ്ങൾ വന്നു എന്നുള്ള വിവരം അറിഞ്ഞല്ലോ, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇത്ബാനിൻ്റെ വീട്ടിൽ. അപ്പോൾ റസൂലുള്ളാഹിയാണെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിട്ട് എല്ലാവരും വന്നു. അങ്ങനെ വന്നപ്പോൾ ആ വന്ന സന്ദർഭമാണ് ഇപ്പം നമ്മൾ ഈ അധ്യായത്തിൽ കേൾക്കുന്ന ഭാഗം. അതായത് ഈ അധ്യായത്തിൽ അഥവാ തഹരീമു സമാഇൽ ഗീബ, ഗീബത്ത് കേൾക്കുന്നത് നിഷിദ്ധമാണ്, അങ്ങനെ പറയപ്പെട്ടാൽ അത് തടയണം എന്നൊക്കെയാണല്ലോ നമ്മുടെ ഈ അധ്യായം. അപ്പം ഈ അധ്യായത്തിൽ ഈ ഹദീസ് മുഴുവൻ ഉദ്ധരിച്ചിട്ടില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അതിൻ്റെ സന്ദർഭം നമ്മൾ അതിൻ്റെ പൂർണ്ണമായി ആ ഹദീസ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ആ സംഭവം നിങ്ങളെ കേൾപ്പിച്ചത്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വന്നു, നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ വെയിറ്റ് ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലുള്ള വിവരമറിഞ്ഞു. പരിസരവാസികളൊക്കെ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുറേ ആൾക്കാരായി ഇത്ബാൻ്റെ വീട്ടിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആൾക്കാരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരാളെ കണ്ടില്ല. വിധങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ആരായിരുന്നു എന്ന് ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഐന മാലിക്, മാലിക് ഇബ്നു ദുഖ്ശും, ദുഖ്ശുമിൻ്റെ പുത്രനായ മാലിക് എവിടെ? ആ സഹാബിയെ, മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെയാണ് നബിതങ്ങൾ പരതുന്നത്, ചോദിക്കുന്നത്, അന്വേഷിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പിന്നെ വിഷയവുമായിട്ടുള്ള ബന്ധം. അതാണ് ഫഖാല റജുലുൻ. അപ്പം അവിടെ വന്നുകൂടിയിട്ടുള്ള ആളുകളിൽ ഒരാൾ പറഞ്ഞു, നബിയെ മൂപ്പരങ്ങൾ ചോദിക്കണ്ട, ദാലിക മുനാഫിഖുൻ, അയാളൊരു മുനാഫിഖാണ് നബിയെ. ലാ യുഹിബ്ബുല്ലാഹ്, അയാൾക്ക് അള്ളാഹിനെ ഇഷ്ടമല്ല, വലാ റസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെ അയാൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ അധ്യായം എന്താണ്? ഗീബത്ത് പറയുന്നത് കേൾക്കാൻ പോലും പാടില്ല, അത് തടയണം എന്നല്ലേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാ പറഞ്ഞു കൊടുക്കുന്നത്. അയാളൊരു മുനാഫിഖാണ്. ലാ യുഹിബ്ബുല്ലാഹ, അയാൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നില്ല, വലാ റസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഗൗരവമുള്ള വാക്ക് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഖുൽ ദാലിക, നീ അങ്ങനെ പറയരുത്, ഒരിക്കലും നീ അങ്ങനെ ലാ തഖുൽ ദാലിക അങ്ങനെ പറഞ്ഞു പോകരുത്. അലാ തറാഹു ഖദ് ഖാല, അദ്ദേഹം ഇങ്ങനെ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? നീ പറഞ്ഞ ഈ മാലിക് ഇബ്നു ദുഖ്ശും എന്ന് പറയുന്ന സഹോദരൻ ഇപ്രകാരം പറയുന്നത് നീ കേട്ടിട്ടില്ലേ? എപ്രകാരം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു മനുഷ്യനാണ്. ആ തഹ്ലീൽ കലിമത്ത് പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. യുരീദു ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യനാണ് മാലിക് ഇബ്നു ദുഖ്ശും. ആ വ്യക്തിയെക്കുറിച്ചാണോ നീ പ്രകാരം പറയുന്നത്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ഖദ് ഹറമ അലന്നാരി, നരകത്തീക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആരെ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെ അല്ലാഹു നരകത്തീക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. എപ്രകാരം പറഞ്ഞു? മനസ്സിൽ തട്ടാതെ പറഞ്ഞവരല്ല, കാപ്പട്യത്തോടെ പറഞ്ഞവരല്ല, മറ്റേതെങ്കിലും താല്പര്യാർത്ഥം പറഞ്ഞവരല്ല, മറിച്ച് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ പ്രഖ്യാപനം ആര് നിർവഹിച്ചുവോ ആ വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ്. നരകത്തിയുടെ മേൽ ആ വ്യക്തിയെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ ഗുണദോഷിക്കുകയാണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ ഇപ്പം എന്താണ് വിഷയം? കുറേ ആളുകൾ കൂടി നിൽക്കുന്നിടത്തുനിന്ന് സ്ഥലത്തില്ലാത്ത ആളെ നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയി മാലിക്? അപ്പോൾ ഒരാൾ പറയാണ്, അപ്പോൾ അയാളെ ഗീബത്ത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അയാൾ മുനാഫിക്കാണ്, അള്ളാഹി റസൂലിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളെ കാണാൻ ഇവിടെ വരാത്തത് എന്നാണ് പറഞ്ഞു പോയി.
അപ്പോഴാണ് നബി തങ്ങൾ കണ്ടോ ആ വാക്ക് തുടരാൻ പിന്നെ സമ്മതിച്ചില്ല. ആ ഗീബത്ത് കേട്ട് നിൽക്കല്ല, മഞ്ഞീം പറയുക എന്നല്ല, എന്താ അതിന്റെ വിശദീകരണം എന്നൊന്നും ചോദിക്കല്ല, ഉടനെ തടഞ്ഞു ആ വാക്ക്. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, ലാ തഖുൽ ദാലിക, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളല്ലേ, ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളെ നീ എങ്ങനെ മുനാഫിഖ് എന്ന് പറയും? അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന് അത് വഹീ കിട്ടുന്നുണ്ടല്ലോ, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുന്ന ആളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരാളുടെ ഖൽബ് വായിക്കാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കഴിയൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറഞ്ഞ ഒരാളെ കുറിച്ച് നീ എങ്ങനെ മുനാഫിഖ് എന്ന് പറയും? മാത്രമല്ല മുനാഫിഖ് നരകത്തിലല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തേക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞയാളെ, പറഞ്ഞ വ്യക്തിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗീബത്ത് അവിടെ വെച്ച് തന്നെ തടയാണ്. ഇതാണ് പ്രവാചക ചര്യ. ഒരാളെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ അതിനെ മുടക്കുകയാണ് വേണ്ടത്. മുടക്കിയിട്ടും നിൽക്കുന്നില്ലേ, ഉപദേശിച്ചിട്ടും നിൽക്കുന്നില്ലേ, നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക, വളരെയേറെ ഗൗരവത്തോടു കൂടെ പറയാ, ഇല്ലെങ്കിൽ അവിടം വിട്ട് അതിനോട് താല്പര്യമില്ലാതെ പോകുക എന്നൊക്കെ കഴിഞ്ഞ ആയത്തുകൾ വിശദീകരിച്ച ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി. നിങ്ങൾ അത്തരം വേദികളിൽ ഇരിക്കരുത് എന്ന്. കാരണം അതൊരു ഹറാമിന്റെ വേദിയിൽ മൗനം സമ്മതമായി കൊണ്ട് ഇരുന്നു കൊടുക്കുമ്പോൾ ആ പറയുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന അതേ പാപത്തിൽ നമ്മളും തുല്യ പങ്കാളികളായി മാറുന്നതിന് ഫലമാണ്, മാറുന്നതിൻ്റെ തുല്യമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കണം എന്നാണ് ഈ ഹദീസ്, ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം. ഉത്ബാൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി, അദ്ദേഹത്തിന് പ്രയാസമുള്ളത് കൊണ്ടാണ് പള്ളിയിൽ പോകാത്തത്. പള്ളിയിൽ പോകാതിരിക്കാൻ അദ്ദേഹത്തിന് തക്കതായ കാരണങ്ങളുണ്ട്. നമ്മളൊക്കെ ആലോചിക്കണം, ജമാഅത്തുകൾ മുടങ്ങിപ്പോകുന്നുണ്ടോ, നമുക്കൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ മാത്രം പോകുകയാണോ, ആ കാര്യത്തിൽ കണിശതയുണ്ടോ എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ അതൊക്കെ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ ഗ്രഹിക്കുവാൻ ഉതകുന്നതാണ് എന്നുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയാ. ഹദീസിൻ്റെ ഈ അധ്യായത്തിൽ അത് ചേർത്തതിൻ്റെ താല്പര്യം, ഇങ്ങനെ ഗീബത്ത് കേട്ടപ്പോൾ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്പോട്ടിൽ തന്നെ ഉടനെ തന്നെ അതിനെ എതിർക്കുകയും അതിനെ ഗുണദോഷിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് വിലക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് മാതൃകയുണ്ട് എന്നാണ് നമ്മൾ ഈ ഹദീസിൻ്റെ താല്പര്യമായി ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്ത ഹദീസ്, വഅൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഫീ ഹദീസിഹി الطويل في قصة توبته قد سبق في باب التوبة قال النبي صلى الله عليه وسلم وهو جالس في القوم بتبوك ما فعل كعب بن مالك فقال رجل من بني سلمة يا رسول الله حبسه برداه والنظر في عطفيه فقال له معاذ بن جبل رضي الله عنه بئس ما قلت والله يا رسول الله ما علمنا عليه إلا خيرا فسكت رسول الله صلى الله عليه وسلم متفق عليه. സമാനമായ മറ്റൊരു സംഭവമാണ്. അതെന്താണ്? ഈ ഹദീസിന്റെ റിപ്പോർട്ടർ ആരാണ്? മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹിലാൽ ബിൻ ഉമയ്യത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 സഹാബിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശാലമായ വിശദമായ ഒരു ചരിത്രം തൗബയുടെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അത് അവിടെ എന്താണ് വിഷയം? ഈ ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീനിലെ 2ാമത്തെ അധ്യായമാണ്. 1ാമത്തെ അധ്യായം കിതാബുൽ ഇഖ്ലാസ്, 2ാമത്തെ അധ്യായം തന്നെ തൗബയാണ്, തൗബയുടെ അധ്യായമാണ്. അതിൽ വിശദമായി പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹെഡിങ്ങിനോട് ഉപോത്ബലകമായ അനുയോജ്യമായ ഒരു ഹദീസായി വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു സംഭവം? കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു, മുറാറത്ത് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, 3 സഹാബിമാർ. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായ ചൂടുള്ളൊരു കാലാവസ്ഥയിലാണല്ലോ തബൂക്ക് യുദ്ധം നടന്നത്.
ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി എല്ലാവരും പുറപ്പെടണം. അപ്പോൾ മദീനയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് യാത്ര ചെയ്യണം തബൂക്ക്. മാത്രമല്ല അന്ന് കടുത്ത ചൂടുള്ള സമയമാണ്. കടുത്ത ചൂടുള്ള സമയം എന്ന് പറയുമ്പോൾ അന്ന് മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങളിലൊക്കെ വിളവ് നല്ല പാകമായി പഴുത്ത് അത് വിളവെടുപ്പിൻ്റെ സമയമാണ്. നല്ല ചൂട് സമയത്താണല്ലോ ഈത്തപ്പഴത്തിൻ്റെ വിളവെടുപ്പ്, അത് പഴുത്ത് വിളവെടുക്കുക. അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായൊരു കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് തബൂക്കിലേക്ക് പോകാനുള്ള കൽപ്പന കൊടുക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പോകാതെ പിന്തി നിന്നു. കുറേ ആൾക്കാർ മുനാഫിക്കീങ്ങൾ പലരും എന്ത് ചെയ്തു, ഒരു കാരണമില്ലാത്തവരും നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പോയിട്ട് വെറുതെ കാരണങ്ങൾ പറഞ്ഞിട്ട് പോയില്ല. ഇന്ന ബുയൂത്തന ഔറ, ഞങ്ങളെ വീട്ടിൽ ആളില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങൾ പറഞ്ഞു ഒഴിവായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും നിർബന്ധിച്ചൊന്നുമില്ല. പക്ഷേ ആയത്തിലിറക്കി നിങ്ങളെല്ലാവരും പോകണം, ഇത് വളരെ അനിവാര്യമായ ഘട്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ പലരും യുദ്ധരംഗത്ത് നിന്ന് പിന്തിരുന്നു. ആ പിന്തിരുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ആയത്ത് ഇറക്കി, യാ യുഹല്ലദീന ആമനു, വിശ്വാസികളെ, മാലക്കും, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്, ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടൂ എന്ന് പറയപ്പെട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇസ്സാഖൽതും മിനൽ അർളി, നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ? റദീതും ബിൽ ഹയാത്തിദ് ദുനിയാ, നിങ്ങൾ ആഖിറത്തിന് പകരം ദുന്യാവിനെയാണോ തൃപ്തിപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ച്, ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുക്കും അദാബൻ അലീമാ, നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ കഠിനമായ ശിക്ഷ നിങ്ങളെ ശിക്ഷിക്കും എന്നൊക്കെയുള്ള താക്കീതിൻ്റെ സ്വരത്തിലുള്ള വചനങ്ങളൊക്കെ ആ കാലത്താണ് ഇറങ്ങിയത്. ശരി, അങ്ങനെ ഏതാണ്ട് ഈമാനുള്ള ആളുകളൊക്കെ പോയി. പക്ഷേ പോകാതെ 2-3 ആളുകൾ പിന്തി നിന്നു. ആ പിന്തി നിന്ന ആളുകൾ അവർ മുനാഫിക്കുകളല്ല, നല്ല ശുദ്ധ മുവഹിദുകൾ, ശുദ്ധ മുഅ്മിനീങ്ങളാണ്. ഒരു കാപ്പട്ടി അവർക്കില്ല. ആ 3 ആളുകളായിരുന്നു ആര്? കഅബ് റളിയല്ലാഹു അൻഹുവും ഹിലാൽ റളിയല്ലാഹു അൻഹുവും മുറാറ റളിയല്ലാഹു അൻഹുവും. അവരെന്ത് വിചാരിച്ചു? ആവാലോ, അവരുടെ കയ്യിൽ നല്ല ശക്തമായ കുതിരകളുണ്ട്, അവർക്ക് ഇനിയിപ്പോൾ യാത്രാസംഘം പ്രവാചകനും സഹാബിമാരൊക്കെ പോയാലും അവരെ കവർ ചെയ്യുന്ന നിലക്ക് ഇനിയിപ്പോൾ ഒരു ദിവസം വൈകിയാലും പിന്നാലെ പോയാൽ അവരുടെ കൂടെ പാഞ്ഞെത്താൻ തക്ക രൂപത്തിലുള്ള നല്ല സ്പീഡുള്ള വാഹനം, കുതിരകൾ അവരുടെ കൂടെയുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ പിന്തി നിന്നത്. 3 ആളും അങ്ങനെയാണ് പിന്തിരുന്നത്. പോണമെന്ന് വിചാരിച്ചത് തന്നെയാണ്. പോകാതിരിക്കാനുള്ള അടവുകൾ എടുത്തതോ തന്ത്രം പ്രയോഗിച്ചതോ ഒന്നും ആയിരുന്നില്ല. പോണമെന്ന് ആത്മാർത്ഥമായി വിചാരിച്ചു. പക്ഷെ അക്കൂട്ടത്തിൽ അവർ പോയില്ല. പിന്നെ ആവാം എന്ന നിലക്ക് ഒന്ന് മാറി നിന്നു കുറച്ച് സമയത്തേക്ക്. പക്ഷേ പിന്നീട് ഇവർക്ക് പോകാൻ പറ്റിയില്ല. അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക തീരുമാനം അങ്ങനെയാണ്. പിന്നീട് ഇവർക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ പോകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇവർ പിന്നെ പോകാൻ പറ്റിയില്ല. അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരൊക്കെ തബൂക്കിലൊക്കെ പോയി തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മദീനത്തെ മസ്ജിദിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇങ്ങനെ പോകാത്ത ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കാരണങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. നബിയെ, ഞങ്ങൾ വരാഞ്ഞത് ഇന്ന കാരണത്താലാണ്, ഇന്ന കാരണത്താലാണ്, ഇന്ന കാരണത്താലാണെന്നൊക്കെ പലരും വന്ന് ഇങ്ങനെ സങ്കടം പറയും പോലെ കാരണങ്ങൾ ബോധിപ്പിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നുണ്ട്, യഅ്തദിറൂന ഇലൈക്കും ഇദാ റജഅ്തും, നിങ്ങൾ മടങ്ങിയെത്തിയാൽ അവർ നിങ്ങളോട് ഇങ്ങനെ കാരണങ്ങൾ പറയും. ഖുല്ലാ തഅ്തദിറൂ, പറഞ്ഞേക്ക്, നിങ്ങളെ കാരണമൊന്നും എനിക്ക് കേൾക്കണ്ട, അപ്പം നിങ്ങളെ കാര്യമൊക്കെ എനിക്കറിയാം എന്ന് അവരോട് പറഞ്ഞേക്ക് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ പലരും ഇങ്ങനെ കാരണം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും കാര്യമായിട്ട് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. കാരണം അവരുടെയൊക്കെ സംഗതികൾ അല്ലാഹു തആല പിന്നീട് വെളിച്ചത്താക്കി. എന്നാൽ ആ കൂട്ടത്തിൽ മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു, ഹിലാൽ റളിയല്ലാഹു അൻഹു, ഈ 3 പേരും ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അവർക്ക് മറ്റുള്ളവരൊക്കെ നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നുണ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറയണതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. അപ്പം അവരോട് ആൾക്കാർ പറയുന്നുണ്ട്, നിൽക്കും പോയി പറഞ്ഞോളി, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞോളി, കാരണങ്ങൾ പറഞ്ഞോളി. അവർ പറയുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നത് ശുദ്ധ കളവാണെന്ന് അവിടെ പലർക്കും ബോധ്യമാണ്. പക്ഷേ ഈ 3 സഹാബിമാരും അതിന് തയ്യാറാകുന്നില്ല. അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അവസാനം അവർ പോയിട്ട് അള്ളാന്റെ റസൂലിനോട് ഈ 3 ആളും എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ, ഞങ്ങൾ യുദ്ധത്തിന് വന്നിട്ടില്ല, നിങ്ങളിപ്പോൾ ഈ മറ്റുള്ളവർ പറഞ്ഞ ഒരു കാരണവും ഞങ്ങൾക്കൊട്ടില്ലതാണ്. സത്യം പറയട്ടെ നബിയെ, ഒരു കാരണം ഉണ്ടായിരുന്നില്ല. വരണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു കാരണമില്ലാതെ പിന്തിയവരാണ്. അങ്ങനെ അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? നടപടിക്ക് വിധേയമാക്കുകയാണ്. അങ്ങനെ അകാരണമായി നിങ്ങൾ പിന്തിയല്ലേ,
അവർ സത്യം പറഞ്ഞപ്പോൾ ആ സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് ബോധ്യമായി. കാരണമില്ലാതെയാണ് പിന്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ മൂന്നാളെയും ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തി. ആലോചിച്ചു നോക്കണം ഈ മൂന്നാളുകളുടെയും അവസ്ഥ. മദീനയിൽ അവർ സലാം പറഞ്ഞ ഒരാൾ മടക്കൂല. ജമാഅത്തിന് അവർ പള്ളിയിലേക്ക് എത്തിയാൽ അവരോട് ആരും ഒന്നും മിണ്ടൂല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആ മൂന്നാളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്സഹകരണം പ്രഖ്യാപിച്ചതിൻ്റെ ശേഷമുള്ള ആ മൂന്നാളുകളുടെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്ത്? അവരുടെ മനസ്സുകൾ ഇടുങ്ങിപ്പോയി. ഭൂമി അവർക്ക് വളരെ ഇടുക്കമായി തോന്നി. അത് വിശാലമായിരുന്നിട്ടും എന്താ കാരണം? ആരും മിണ്ടുന്നില്ല. ഒരു നാട്ടിൽ അവർ സലാം പറഞ്ഞാൽ മടക്കൂല. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരിക്കുന്നതാണ് സഹാബിമാർ. കഅബ് റളിയല്ലാഹു അൻഹു പറയണേ, ഞാനിങ്ങനെ നബിൻ്റെ അടുത്ത് പോയിട്ടിരിക്കും. സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കിയോ അല്ലേ എനിക്ക് അറിയില്ല. ആ നിലക്ക് നബി ഇങ്ങനെ പതുക്കെ മാറിപ്പോകുന്നു. ആരും സലാം മടക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഈ മൂന്ന് സഹാബിമാർ 48ഓളം ദിവസം കഴിയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തുണ്ടായി? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു ഈ മൂന്നാളുകളുടെയും ഇനി ഭാര്യമാരെയും പറ്റൂല അവർക്ക്. നിസ്സഹകരണം നോക്കണം. 40 ദിവസം കഴിഞ്ഞപ്പോൾ പറയണെന്ത്? ഭാര്യമാരെയും പറ്റൂല, നിങ്ങൾ ഒരുമിച്ച് കഴിയാൻ പറ്റൂല. ഇപ്പൊ തലാഖ് ചെല്ലണോ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു എന്ത്? അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞേക്കണം. കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരനാണ്. ഭാര്യ വീട്ടിലേക്ക് പോയി. മറ്റോള് രണ്ടാളും പ്രായമുണ്ട്. അപ്പം പിന്നെ അവരില്ലാതെ പറ്റൂല, ഞങ്ങൾക്ക് അവരില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ അവിടെ താമസിച്ചോളാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അനുവാദം കൊടുത്തു. നിങ്ങൾ വേറെ ഭാര്യാഭർത്തൃ ബന്ധമൊന്നും പാടില്ല എന്നും പറഞ്ഞു. അങ്ങനെയുള്ള നിസ്സഹകരണം. അങ്ങനെ പ്രയാസപ്പെട്ട് ഈ 3 സഹാബിമാരും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നീട് ആയത്തിറങ്ങാണ്. എന്താണ് ആയത്തിറങ്ങുന്നത്? ഇവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അവരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അത്രത്തോളം അവരുടെ മനസ്സിൽ തൗബ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം തൗബ എന്ന അധ്യായത്തിൽ ഇമാം നവവി കൊടുക്കാനും കാരണം. അതിൻ്റെ ഇടക്കുണ്ടായ സംഭവമാണ് ഇവിടെ നമ്മൾ ഈ അധ്യായവുമായിട്ടുള്ള ബന്ധം. എന്തായിരുന്നു? ആളുകളൊക്കെ ആരൊക്കെയാണ് വരാതായത്, ആരൊക്കെയാണ് യുദ്ധത്തിന് വരാതായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശോധിക്കുന്നതിൻ്റെ ഇടക്ക് അല്ലാഹുവിൻ്റെ റസൂല് തബൂക്കിൽ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിൽ ജനങ്ങളുടെ അടുക്കൽ ഇരിക്കുകയാണ്. തബൂക്കിൽ ജനങ്ങളുടെ അടുക്കൽ ഇങ്ങോട്ട് എത്തിയിട്ടില്ല, മദീനത്തേക്ക് എത്തിയിട്ടില്ല. അപ്പം തബൂക്കിൽ വെച്ച് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ട്, വരാത്തവരെ കുറിച്ച്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൂട്ടത്തിൽ കഅബ് ബിൻ മാലിക് എന്തു ചെയ്തു? മാ ഫഅല കഅബ് ബിൻ മാലിക്. മൂന്നാളുടെ കഅബിനെ കുറിച്ച് ചോദിച്ചു. മാ ഫഅല കഅബ് ബിൻ മാലിക്, എന്തേ കഅബ് ബിൻ മാലിക് നമ്മളോടൊപ്പം വരാതെ പോയത്? എന്തേ അദ്ദേഹത്തിന് സംഭവിച്ചത്? അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ബനൂ സലമ ഗോത്രക്കാരനായ ഒരാൾ നബി തങ്ങളോട് അവിടെ വെച്ച് പറഞ്ഞു. ഉണ്ടോ? തബൂക്ക് തന്നെ പറയുന്നത്. അപ്പം അവിടെ കഅബ് റളിയല്ലാഹു അൻഹു ഇല്ല. അദ്ദേഹമടക്കമുള്ള മറ്റേ 2 സ്വഹാബിമാരും മദീനത്താ ഉള്ളത്. തബൂക്കിൽ വെച്ച് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ബനൂ സലമത്ത് ഗോത്രക്കാരനായ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹബസഹു ബുർദാഹു, അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ബുർദാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 2 വസ്ത്രം എന്നാണ്. 2 വസ്ത്രം തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അലങ്കാരപ്രിയനായിട്ട് വീട്ടിലിരിക്കുകയാണ്. നല്ല പുതിയ മുണ്ടും തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. മൂപ്പർക്ക് അതൊക്കെ മാറ്റേണ്ടി വരില്ല ഇങ്ങോട്ട് വന്നാൽ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ഗമ കാണിക്കുന്ന ആളാണ് അദ്ദേഹം. സ്വന്തം കാര്യത്തിൽ കുറച്ച് ഗമയും കുറച്ച് പവറും കുറച്ച് താൻ പോരിമയൊക്കെ കാണിക്കുന്ന ഒരാളാണ് കഅബ്. അതുകൊണ്ട് നമ്മളൊക്കെ കൂട്ടത്തിൽ വന്നപ്പോൾ അതൊക്കെ നഷ്ടാവൂലേ? അതുകൊണ്ട് മൂപ്പര് നമ്മളെ കൂട്ടത്തിൽ വരാതായതാണ്. അങ്ങനെ കുറ്റം പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു. ആരെക്കുറിച്ച്? കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഉടനെ അത് കേട്ടത് ആരാണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. ഇത് ഉടനെ കേട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബി ആ പറഞ്ഞ മനുഷ്യനോട് പറയാണ്, ബിഅ്സമാ ഖുൽതാ, നീ പറഞ്ഞത് എത്ര ചീത്തയാടോ, എത്ര ചീത്ത വർത്തമാനമാണ് നീ പറഞ്ഞത്, ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ നേരെ തിരിഞ്ഞിട്ട് മഹാനായ ഈ വ്യക്തി മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിൻ്റെ റസൂലേ,
മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എനിക്ക് ഖൈറല്ലാതെ യാതൊന്നും ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പറയണമൊക്കെ വെറുതെ പറയാണ്. കഅബിനെ കുറിച്ച് എനിക്ക് നല്ലതല്ലാതെ ഖൈറല്ലാതെ ഒന്നും അറിയില്ല നബിയേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ഫസക്കത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാഹിൻ്റെ റസൂൽ ഒരു അക്ഷരം വിലമണ്ടിയില്ല. പിന്നെ കഅബ് എവിടെയും ചോദിക്കേണ്ട കാര്യമില്ല, ക്ലിയറായി, വിഷയം അവിടെ ക്ലിയറാണ്. ആ സദസ്സിൽ വെച്ച് തന്നെ കണ്ടോ, ഈ ഹദീസിൽ ഇപ്പം എന്താണ്, ആ സദസ്സിൽ വെച്ച് തന്നെ ഉടനെ മുആദ് റളിയല്ലാഹു അൻഹു ചാടി വീണ് പറയാണ്, നബിയെ എത്ര ചീത്തയാടാ നീ പറയുന്നത്, നബിയെ കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലതല്ലാതെ അറിയില്ല. അള്ളാഹിൻ്റെ റസൂൽ വിഷയം മനസ്സിലാക്കി അവിടെ കണ്ട മൗനം പാലിച്ചു. അപ്പോൾ നോക്കൂ നിങ്ങൾ, സ്ഥലത്തില്ലാത്ത കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഗീബത്തായി പറഞ്ഞപ്പോൾ അത് കേട്ട് നിൽക്കുന്ന രസിക്കല്ല മറ്റുള്ളവർ. നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവുക, വരാത്ത ആളാ അവനെ അങ്ങനെ തന്നെ പണ്ടേ അങ്ങനെ തന്നെയാണ്, നമുക്ക് പണ്ടേ അറിയണമല്ലേ, അവനെ പറ്റി ഇപ്പം എന്താ പത്ര പറയുള്ളത് എന്നൊക്കെ കൂടുള്ളവരൊക്കെ കൂടി പറയും. പക്ഷേ ഇവിടെ ഉടനെ തടുക്കുക ചെയ്തത് പാടില്ല. വരാതിരിക്കാൻ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ന്യായം ഉണ്ടാവും. ഞങ്ങൾക്ക് അയാളെക്കുറിച്ച് ഖൈറല്ലാതെ അറിഞ്ഞുകൂടാന്നാണ്, എനിക്ക് എന്നല്ല ഞങ്ങൾക്ക് അയാളെക്കുറിച്ച് ഖൈറല്ലാതെ അറിഞ്ഞുകൂടാന്നാണ് മഹാനായ ആര് പറയുന്നത്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിക്കുകയാണ്. അപ്പം ഈ രണ്ട് സംഭവത്തിലും നമ്മൾ കേൾക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ, ഇവിടെ ഗീബത്ത് ഒരാൾ പറയുന്നത് മാത്രമല്ല, പറഞ്ഞ അയാൾക്ക് കുറ്റം, ആ പറയുന്നത് കേൾക്കുന്നത് പോലും അവരിഷ്ടപ്പെട്ടില്ല. ഉടനെ അതിൽ ഇടപെട്ടുകൊണ്ട് വേണ്ട വിധത്തിലുള്ള കാര്യത്തെ അവർ തടുക്കുകയാണ്. ഇത് രണ്ടിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സംഭവത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ ദൃക്സാക്ഷിയാണ്. ഒന്ന് നബിതങ്ങൾ തന്നെ നേരിട്ട് തടയുന്നു, മറ്റൊന്ന് നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ മഹാനായ സഹാബി മുആദ് റളിയല്ലാഹു തആല അൻഹു തടയുന്നു. ഇത് നമുക്ക് മാതൃകയാണ് സഹോദരങ്ങളെ. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർ ആ വിധത്തിൽ മറ്റുള്ളവരുടെ ദൂഷണങ്ങൾ കേട്ട് കുറ്റങ്ങളും കുറവുകളും കേട്ട് ആനന്ദിക്കുന്നവരും അതിൽ നിർവൃതി കൊള്ളുന്നവരുമായിരുന്നില്ല. മറിച്ച് അതിനോട് വലിയ വെറുപ്പും നീരസവും പ്രകടിപ്പിക്കുകയും അതിനെ കഴിയുന്ന വിധത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തവരായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, മൻ റദ്ദ അൻ ഇർളി അഖീഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, അതും കൂടെ നമ്മൾ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ അഭിമാനം പിച്ചിച്ചീന്തുന്നിടത്ത് ആ അഭിമാനത്തെ പ്രതിരോധിച്ചാൽ റദ്ദല്ലാഹു അൻ വജീഹി അന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിരോധിച്ച മനുഷ്യന്റെ മുഖത്തെ തൊട്ട് നരകാഗ്നിയെ ഖിയാമത്ത് നാളിൽ തടുക്കുന്നതാണ്. അത്ര വലിയ പുണ്യമുള്ള കാര്യമാണത്. അതിന് നേരെ വിപരീതമായിട്ടത് കേട്ട് നിർവൃതി കൊള്ളുകയും ആസ്വദിക്കുകയും ചെയ്താലോ നരകത്തിയിലേക്ക് കൂപ്പുകുത്തുകയും മുഖം കുത്തുകയും ചെയ്യലായിരിക്കും അതിൻ്റെ അനന്തരഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ഹദീസുകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആശയങ്ങളെ കൃത്യമായി നമ്മുടെയും ജീവിതത്തിൽ പാലിക്കുവാനും അത് ശ്രദ്ധിക്കുന്നവരിൽ ഉൾപ്പെടുവാനും നമുക്ക് റബ്ബ് തൗഫീക്ക് തരട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.